ഈ ഡിവിഷൻ രൂപീകരിച്ചിട്ട് ഇതുവരെ UDF വിജയിക്കാനാകാത്ത ഒരു ഡിവിഷനാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ ഉള്ളിയർ ഡിവിഷൻ. ഇത്തവണ UDF ഒരു യുവമുഖത്തെ രംഗത്തിറക്കിയാണ് ഈ ഡിവിഷൻ പിടിച്ചെടുക്കാനുള്ള ശ്രമം UDF ഭാഗത്തുണ്ടാകുന്നത്. MSF പ്രവർത്തകയും MSF നേതാവും ഹരിത കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള റീമ കുന്നുമലിനെയാണ് ഇത്തവണ UDF മത്സരരംഗത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. റീമ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട്? പ്രചരണ അവസാന ഘട്ടത്തിലാണ്, ഇനി തെരഞ്ഞെടുപ്പ് മാത്രമാണ് ബാക്കി. എത്രത്തോളമാണ് പ്രതീക്ഷ? നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇവിടുത്തെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്റത്തിനൊപ്പം അവരോടൊപ്പം നിൽക്കാൻ എനിക്കും പറ്റുന്നുണ്ടെന്നാണ്. ഇപ്പോൾ ഒരുപാട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ഓരോ പഞ്ചായത്തുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നല്ല സ്വീകരണവും കാര്യങ്ങളും ജനങ്ങൾ നല്ലപോലെ ഏറ്റെടുത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും എല്ലാവരുടെയും നല്ല പ്രതീക്ഷയുണ്ട്. പ്രാവശ്യം ഉള്ളിയേരി മാറണം എന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. അതിന് പറ്റും. ഏകദേശം എത്ര വോട്ടിന് ജയിക്കുന്ന പ്രതീക്ഷ? എത്ര വോട്ട് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇത്രയും കാലം ഇത്രയായിട്ടും ഇവിടെ ഉള്ളിയേരി ഒരു ഭരണമാറ്റം സംഭവിച്ചിട്ടില്ല ഈ ഒരു ഡിവിഷനിൽ. അപ്പം പ്രതീക്ഷിക്കുന്നുണ്ട് മാറ്റം എന്ന് വെച്ചാൽ നല്ല ഭൂരിപക്ഷം തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്വീകരണങ്ങളും എനിക്ക് ആളുകളുടെ സംബന്ധിച്ചപ്പോഴൊക്കെ മനസ്സിലാക്കിയത് നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും എന്നുള്ളതാണ്. ഒരു യുവമുഖമാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നാട്ടുകാരുടെ ഒരു സ്വീകരണമൊക്കെ? നാട്ടുകാർ രണ്ട് കാര്യമുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇപ്പം ഞാൻ നാട്ടുകാരിയാണല്ലോ, അപ്പം ഏറെക്കുറെ ആളുകളൊക്കെ അറിയുന്നത് ഉണ്ട്. അപ്പം നാട്ടുകാരി എന്നുള്ള നിലയിലുള്ളൊരു സ്വീകരണമുണ്ട്. പിന്നെ ഒരു യൂത്തിനോടുള്ള അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി കാണിക്കുന്നൊരിതും അവരുടെ ഭാഗത്തുനിന്നുണ്ട്. MSF നിരവധിയായിട്ടുള്ള സഹപ്രവർത്തകരൊക്കെയാണ് അപ്പുറത്തും മത്സരിക്കുന്നത്. അവരൊക്കെ കോൺടാക്ട് ചെയ്യാറുണ്ടോ? കോൺടാക്ട് ചെയ്യാറുണ്ട്. അവിടെ ഒന്നും എത്തിപ്പെടാൻ പറ്റാത്തതിന്റെ വിഷമം നല്ലപോലെ ഉണ്ട്. പ്രചരണത്തിൽ പോകാൻ പറ്റാത്തതിന്റെ അപ്പൊ അവർക്കും ഞങ്ങൾക്കും ഒക്കെ തമ്മിലുണ്ട്. കാരണം എല്ലാവരും ഓരോ ഭാഗത്തായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ പുതിയൊരു മാറ്റത്തിന് വേണ്ടിയിട്ട്, നല്ലൊരു പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയതാണ്. അതിന് നല്ലൊരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അവസാനമായിട്ട് വിജയിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാൻ പോകുന്നത് ഏത് മേഖലക്കായിരിക്കും? വിജയിച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഈ പ്രചരണം കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് വീടുകളിലേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ടത് നമ്മുടെ ആളുകൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ, ക്വാളിറ്റി ലൈഫ് കൊടുക്കുക. അതിലെല്ലാം വിടും. അതായത് ഈവൻ ഈ ഗതാഗതമായാലും പല വീട്ടിലേക്ക് പോകാൻ വഴികളില്ലാത്ത സ്ഥലങ്ങളുണ്ട്, വീടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടുന്ന് മുതൽ ആരംഭിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ജനങ്ങൾക്ക് അവരുടെ ആദ്യം ബെറ്റർ ലൈഫ്, നല്ലൊരു ലൈഫ് പ്രൊവൈഡ് ചെയ്തിട്ടാണല്ലോ മറ്റു കാര്യങ്ങളിലേക്ക്. അപ്പോൾ അവിടുന്ന് മുതൽ ആരംഭിക്കണം എന്നാണ് പ്രതിനിധി എന്ന നിലക്ക് യുവാക്കൾക്ക് കൂടി അവർക്ക് കൂടി പ്രാമുഖ്യം കൊടുക്കുന്ന ഏതെങ്കിലും പദ്ധതികളൊക്കെ തന്നെ ആലോചനയിലുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കായിക രംഗത്തേക്ക് ഇപ്പോൾ ഇവിടെ നടുവണ്ണൂരുള്ളത് വോളിബോൾ അക്കാഡമിയാണ്. അപ്പം മറ്റ് കായിക ഇനങ്ങളിലേക്കും കൂടെ ശ്രദ്ധ അല്ലെങ്കിൽ അവർക്ക് അവസരങ്ങൾ ഒരുക്കി കൊടുക്കണമെന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഇതിൽ വരുന്നത് ഹയർ സെക്കൻഡറി സ്കൂളുകളാണ്, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ലെവലാണ്. അപ്പോൾ അവിടെ നമ്മുടെ അക്കാഡമിക്സിൻ്റെ കൂടെ തന്നെ അവർക്ക് മറ്റ് അവസരങ്ങൾ, ഇപ്പോൾ മത്സര പരീക്ഷകൾ വരുന്നുണ്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് പദ്ധതികൾ അങ്ങനെ മൈൻഡിലുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് അധ്യാപകൻ കൂടിയായിട്ടുള്ള നിസാർ ചേലേരിയാണ്. അദ്ദേഹം നമ്മളൊപ്പം ചേരുന്നുണ്ട്. അങ്ങനെയുണ്ട്? പ്രചരണ അവസാന ഘട്ടത്തിലാണ്. എത്രത്തോളം പ്രതീക്ഷകളുണ്ട്? ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി ഡിവിഷനിൽ വളരെ ആവേശകരമായ പ്രതികരണമാണ് പ്രിയപ്പെട്ട റിമയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, യുവത്വത്തിൻ്റെ പ്രതീകം എന്നുള്ള നിലക്കും ഏറ്റവും പ്രായം കുറഞ്ഞൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും അതുപോലെ സാധാരണക്കാർക്കിടയിലും ഈ നാട്ടുകാരി എന്നുള്ള നിലക്ക് വലിയ സ്വാധീനം ചെലുത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വലിയ ശുഭപ്രതീക്ഷയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഉള്ളിയേരി ഡിവിഷനിൽ നിന്ന് ഈ വർഷം പ്രിയപ്പെട്ട LLB വിദ്യാർത്ഥിയായിട്ടുള്ള റീമ കുന്നുമ്മൽ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് വളരെ അനുകൂലമായ സാഹചര്യം. പ്രകടന പത്രിക പുറത്തിറക്കിയിട്ടുണ്ട്. നല്ല ഒരു വിഷൻ ഈ ഡിവിഷനെ കുറിച്ച് പ്രിയപ്പെട്ട റീമയ്ക്കുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖല, ഗ്രാമീണ മേഖല എന്നുള്ള നിലക്ക് കൂരാച്ചുണ്ട് പോലെയുള്ള മലയോര മേഖലയിലുള്ള വന്യജീവി ആക്രമം പോലെയുള്ള വിഷയങ്ങളിലും അതോടൊപ്പം തന്നെ ടൂറിസം മേഖലയിലെ സാധ്യതകളും ഇവിടുത്തെ 6 ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രോജക്റ്റുകളും ഒക്കെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. അതുപോലെ ഗ്രാമീണ മേഖലയിലുള്ള റോഡുകളും ഏറ്റവും പ്രധാനപ്പെട്ടത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, എല്ലാ ഗ്രാമീണ മേഖലയിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉന്നയിക്കുന്നത് അവർക്ക് കളിമൈതാനങ്ങൾ വേണമെന്നുള്ളതാണ്. അത്
പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് തന്നെ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ട് അനുവദിക്കാൻ ജില്ലാ പഞ്ചായത്തിന് സാധിക്കും. അതോടൊപ്പം തന്നെ ജനകീയ കൂട്ടായ്മയിൽ അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള കൃത്യമായിട്ടുള്ള വിഷൻ പ്രിയപ്പെട്ട റീമ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വിഷനോട് കൂടി ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന യുവത്വത്തിൻ്റെ പ്രതീകമായിട്ടുള്ള പ്രിയപ്പെട്ട റീമ കുന്നുമ്മലിനെ ഉള്ളിയേരി ഡിവിഷനിലെ മുഴുവൻ ജനങ്ങളും ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തവണ ഇതുവരെ നേടാനാകാത്ത ഈ ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷൻ ഉള്ളിയേരി ഡിവിഷൻ ഇത്തവണ അട്ടിമറി വിജയം നേടി പിടിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥി റീമ കുന്നുമ്മലും അതോടൊപ്പം തന്നെ UDFന്റെ നേതാക്കളുമൊക്കെ തന്നെ. ഷബീർ ഖലീലിനൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.